പ്രിയമുള്ളവരെ, വചനജ്വാല 1050 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 16 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് കർമ്മല മാതാവിന്റെ തിരുനാൾ ആഗോള കത്തോലിക്ക സഭയിൽ ആഘോഷിക്കുന്ന പൊൻസുദിനമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ മക്കബായരുടെ പുസ്തകം ആരംഭിക്കുകയാണ്. മക്കബായർ 1-2 അധ്യായങ്ങളാണ്, 2 ഘടകങ്ങളാണ് നമ്മൾ 1-2 ആണ് നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുക. യവനാചാരങ്ങൾ യഹൂദരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഗ്രീക്കുകാർ ശ്രമിച്ചു. ഒരു കൂട്ടം യഹൂദർ അവർക്ക് പിന്തുണ നൽകി. ചെറുത്തുനിന്നവർ മതപീഡനങ്ങൾക്ക് വിധേയരായി. പന്നിമാംസം ഭക്ഷിക്കുന്നതിനും വിഗ്രഹാരാധന നടത്തുന്നതിനും യഹൂദർ നിർബന്ധിതരായി. അനേകം യഹൂദർ മതമർദ്ദനത്താൽ ജീവാർപ്പണം ചെയ്തു. എന്നാൽ ആയുധമെടുത്ത് കുറെ പേർ അവരെ നേരിട്ടു. അവർക്ക് നേതൃത്വം നൽകിയ മക്കബായനായ യൂദാസാണ്. മത്തിയാസിന്റെ മകനാണ് യൂദാസ്. ഈ മക്കബാനായ യൂദാസിന്റെ കൂടെ ചേർന്നവർക്കെല്ലാം മക്കബായർ എന്ന പേര് സ്വീകരിച്ചു. യവനാധിപത്യത്തിന്റെ എതിരെ യഹൂദരുടെ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രമാണ് മക്കബായരുടെ 1-2 പുസ്തകങ്ങളിൽ വിവരിക്കുക. മത്തിയാസിന്റെ മക്കളായ യൂദാസ്, ജോനാഥൻ, ശിമയോൻ എന്നിവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വിജയപരാജയങ്ങളും ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. വീരചടമം മടഞ്ഞവർ നിത്യമായി ജീവിക്കുമെന്നും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കുകയും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പരിഹാര ബലികൾ അർപ്പിക്കാനും ഈ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മള് ഇന്നു മുതൽ 1 മക്കബായരുടെ പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുകയാണ്. ഇന്നത്തെ വായനയിൽ മക്കബായരുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങളാണ് നാം ശ്രവിക്കുക. മഹാനായ അലക്സാണ്ടർ, ഫിലിപ്പിന്റെ പുത്രനും മക്കദോനിയക്കാരനുമായ അലക്സാണ്ടർ കിത്തീം ദേശത്ത് നിന്ന് വന്ന് പേർഷ്യക്കാരുടെയും മിതിയാക്കാരുടെയും രാജാവായ ദാരിയൂസിനെ കീഴടക്കി ഭരണം ഏറ്റെടുത്തു. അതിനു മുൻപ് തന്നെ അവൻ ഗ്രീസിന്റെ രാജാവായിരുന്നു. അവൻ നിരവധി യുദ്ധങ്ങൾ ചെയ്തു, കോട്ടകൾ പിടിച്ചടക്കി, രാജാക്കന്മാരെ വധിച്ചു. ഭൂമിയുടെ അതിർത്തികൾ വരെ അവൻ മുന്നേറി. അസംഖ്യൻ രാജ്യങ്ങൾ കൊള്ളയടിച്ചു. ലോകം മുഴുവൻ തനിക്ക് അധീനമായപ്പോൾ അവൻ അഹങ്കാരോന്മത്തനായി. സുശക്തമായൊരു സൈന്യത്തെ ശേഖരിച്ച് അവൻ രാജ്യങ്ങളുടെയും ജനതകളുടെയും നാടുവാഴികളുടെയും മേൽ ആധിപത്യം സ്ഥാപിച്ചു. അവർ അവന് സാമന്തരായി. അങ്ങനെയിരിക്കെ അവൻ രോഗബാധിതനായി. മരണം ആസന്നമായെന്ന് അവൻ മനസ്സിലാക്കി. ചെറുപ്പം മുതലേ തന്റെ പാർശ്വവർത്തികളായിരുന്ന സമുന്നതരായ സേനാധിപന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് താൻ മരിക്കുന്നതിനു മുമ്പ് അവൻ രാജ്യം വിഭജിച്ചു കൊടുത്തു.
12 വർഷത്തെ ഭരണത്തിന് ശേഷം അലക്സാണ്ടർ മരണമടഞ്ഞു. സേനാധിപന്മാർ തങ്ങളുടെ പ്രദേശങ്ങളിൽ ഭരണം തുടങ്ങി. അലക്സാണ്ടറുടെ മരണത്തിന് ശേഷം അവർ സ്വയം കിരീടം ധരിച്ച് രാജാക്കന്മാരായി. അനേക വർഷത്തേക്ക് അവരുടെ പുത്രന്മാരും ആ രീതി തുടർന്നു. അവർ മൂലം ഭൂമിയിൽ ദുരിതങ്ങൾ പെരുകി. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ ഏറ്റവും സമംഗളമായി ആഘോഷിക്കുന്ന പൊൻസുദിനമാണ്. എല്ലാ രൂപതകളിലും ആഘോഷിക്കുന്ന ദൈവമാതാവിന്റെ തിരുനാളാണ് ഇന്ന്. പാലസ്തീനായിലെ കർമ്മല മലയിൽ ആരംഭിച്ച കർമ്മലീത്ത സഭ കുരിശ് യുദ്ധകാലത്ത് യൂറോപ്പിൽ പരന്നു. സുപ്പീരിയർ ജനറലായിരുന്ന വിശുദ്ധ സൈമൺ സ്ട്രോക്ക് കർമ്മലയിലെ സുന്ദര കുസുമമേ തുടങ്ങിയ പ്രാർത്ഥനകൾ ചൊല്ലാനും ആരംഭിച്ചു. 1251 ജൂലൈ 16 അർദ്ധരാത്രി സൈമൺ സ്ട്രോക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാനവഗണങ്ങളുടെ അകമ്പടിയോടെ കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെടുകയും കർമ്മലോത്തരീയം നൽകി. ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ സംഭവം യൂറോപ്പ് മാത്രമല്ല, ലോകം മുഴുവനും പരക്കുകയും എല്ലാ മരിയ ഭക്തരും ഉത്തരീയം ധരിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. 1322 മാതാവ് 22 യോഹന്നാൻ മാർപ്പാപ്പയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഓരോ ശനിയാഴ്ചയും ശുദ്ധീകരണ സ്ഥലത്തിൽ ചെന്ന് ഉത്തരീയം ധരിച്ച് മരിച്ചവരെ വ്യവസ്ഥകൾ പാലിക്കാതെ മോചിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രത്യേകമായി ഉത്തിരിയ മാതാവിനോട് മധ്യസ്ഥം യാചിച്ച്, പ്രത്യേകമായി നമ്മുടെ അമ്മയായ മാതാവിന്റെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.